എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാസ്യം ഒരുപാടുള്ള ഒരു കറിയാണ്. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. സ്റ്റൗമേൽ ചീനിച്ചട്ടി എടുത്ത് വെച്ചു. നന്നായിട്ട് ചൂടായി. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനൂടെ 1/2 സ്പൂണ് കടുകിട്ടു, 1/2 സ്പൂണ് ജീരകം ഇട്ടു. രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് മൂത്തോടും. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിനെയും കൂടെ അതിലിട്ടു. ഒന്ന് ലൈറ്റ് മെറൂൺ ആവണം. പിന്നെ 1/2 സ്പൂൺ ഉപ്പിട്ടു. ഉപ്പ് പാകത്തിന് നമുക്ക് നോക്കിയിട്ടിടാം കേട്ടോ. ഇപ്പോൾ 1/2 സ്പൂണായിട്ടത്. അത് നന്നായിട്ടൊന്ന് ലൈറ്റ് മെറൂണാക്കി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കേട്ടോ. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു 5-8 അല്ലി ഉണ്ടല്ലോ, തൊണ്ട് കളഞ്ഞ് ചതച്ചെടുക്കണം. എന്നിട്ട് അതിനെയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ടതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് മെറൂണായി കഴിഞ്ഞപ്പോൾ നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂണ് മുളക് പൊടിയും ഇട്ടു. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കണം. എന്നിട്ട് 2-3 തക്കാളി പൊടിയായിട്ട് അരിയണം. അതിനെയും കൂടി ഇട്ടു നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 200 ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡോക്ടർമാർ പോലും പറയാറുണ്ട് ഇത് നന്നായിട്ട് കഴിക്കണം, ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ ഉണ്ടെന്ന് കേട്ടോ. ഇതിനകത്ത് നല്ല പൊട്ടാസ്യവും അടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ രോഗമായിട്ടൊക്കെ ആശുപത്രിയിലൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിക്കണം. എന്നിട്ട് 1/2 സ്പൂൺ ഉപ്പിടണം. ഉപ്പ് നമ്മളെപ്പോഴും പാകത്തിന് നോക്കിയിട്ട് ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് നമുക്കൊരു 6 വിസിൽ കേൾക്കണം. 6 പ്രാവശ്യം വിസിൽ കേട്ടു. ഇതേ നന്നായിട്ട് വെന്ത് കണ്ടോ. വെള്ളവും ഉണ്ട്, പരിപ്പും വെന്തു, എല്ലാം ഉണ്ട്. മസാല ഉണ്ടാക്കി വെച്ചല്ലോ നമ്മൾ. അതിനകത്തിലോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പരിപ്പുണ്ടല്ലോ, നമ്മുടെ ഈ കടലപ്പരിപ്പ്, അതിനെ എടുത്തങ്ങ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ദേ കറി റെഡിയായി. കടലക്കറി നമ്മൾ വെക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റാണ് കടലപ്പരിപ്പും കൊണ്ട് ഇങ്ങനെ ചെയ്താൽ. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.